ഖമനയുടെ പിൻഗാമിയായി പരമോന്നത നേതാവായി ആരെ തീരുമാനിച്ചാലും കൊന്നുകളയുമെന്ന് ഇസ്രായേലിന്റെ ഭീഷണി. പിൻഗാമി ആരായാലും എവിടെ ഒളിപ്പിച്ചാലും കാര്യമില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സിന്റെ പ്രഖ്യാപനം. ഇറാനിലും ലെബനോനിലും ആക്രമണവും ഏറ്റുമുട്ടലും കനക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും പി ജെയിംസ്, ദുബായിൽ നിന്നും മുഹമ്മദ് റഹീസ് ചേരുന്നു. ആദ്യം ജെയിംസിലേക്കാണ്. ജെയിംസ്, ഇവിടെ എന്താണ് ഇവിടെ മുജത്തബയല്ല ആരെ തീരുമാനിച്ചാലും കൊന്നുകളയും എന്ന് കോൾഡ് ബ്ലഡായി പ്രഖ്യാപിക്കുന്നു ഇസ്രായേൽ. അതിശക്തമായ വ്യോമാക്രമണം ഇറാന്റെ ആകാശത്ത് ഇപ്പോഴും തുടരുകയാണ്. അതേസമയം തന്നെ ഇസ്രായേൽ അമേരിക്കൻ വ്യോമ പ്രതിരോധങ്ങളുടെ പല ലെയറുകൾ തകർത്തുകൊണ്ട് ടെല്ലവീവ് ഏതാണ്ട് ഗാസയ്ക്ക് തുല്യമായ അവസ്ഥയിലേക്കൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ് അവിടെ ബിൽഡിങ്ങുകൾ. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്ത ഈ യുദ്ധം ഏതെങ്കിലും തരത്തിൽ സമാധാനം പുലരും എന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനായോ ജെയിംസ് സാർ? ഹാഷ്മി, യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ് എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ രാത്രിയും ഇന്ന് പകലുമായിട്ട് ഇസ്രായേലും അമേരിക്കയും വലിയ രീതിയിലുള്ള ആക്രമണമാണ്. ഏതാണ്ട് 100-ലേറെ തവണ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇറാനിൽ ആക്രമണം നടത്തി. മരണസംഖ്യ 1000-1100 കവിഞ്ഞിരിക്കുന്നു. അതിനിടയിലാണ് അമേരിക്കയും ഇസ്രായേലും പറഞ്ഞത് ഇനി മിസൈലുകളെ അയക്കാനൊന്നും പറ്റാത്ത രീതിയിൽ ഇറാൻ തളർന്നു പോയി എന്ന് പറഞ്ഞെങ്കിലും അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ US-ന്റെ സേനാ താവളമായ ഖത്തറിലെ അൽ ഉദൈദിൽ അവിടെ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്ത് അവിടെ പതിച്ചിരിക്കുന്നു ഇറാന്റെ വക. അപ്പം ഇറാൻ ഇപ്പോഴും വളരെ ശക്തമായ രീതിയിൽ തന്നെ അടിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇറാനെതിരെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാന്റെ ആക്രമണം ഇന്ന് ദുബായിലെ US കോൺസുലേറ്റിന് നേരെ നടന്നു. പക്ഷെ അത് തകർത്തിട്ടുണ്ടെങ്കിലും തീപിടുത്തമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യയ്ക്ക് നേരെ 9 ഡ്രോണുകൾ അയച്ചെങ്കിലും അതൊക്കെ തകർത്ത് കളഞ്ഞു പാട്രിയറ്റ് സംവിധാനം വെച്ച് സൗദി. ഇതിലെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള കാര്യം ഇറാന് പുറമെ ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നത് ഇപ്പോൾ ലെബനോനിലാണ്. ഇസ്രായേലിൻ്റെ അയൽ രാജ്യമായ ലെബനോനിൽ ഗസയുടെ സമയത്ത് തന്നെ, ഗസ യുദ്ധത്തിൻ്റെ സമയത്ത് തന്നെ വലിയ യുദ്ധം നടന്നതാണ്. പിന്നീട് 1 വർഷം മുമ്പാണ് വെടിനിർത്തൽ ഉണ്ടായത്. ഇപ്പോൾ ഹെസ്ബുള്ള ഇസ്രായേലിലെ ഹൈഫ നഗരത്തിലേക്കും ജെറൂസലമിലും റോക്കറ്റുകൾ അയക്കുകയും ഡ്രോണുകൾ അയക്കുകയും ചെയ്തതോടെ അവർക്കെതിരെയുള്ള ആക്രമണമാണ് ഇതിരിക്കുന്നത്. ഇതുവരെ 50-60 ആയിരുന്നു മരണസംഖ്യയെങ്കിൽ ഇതിപ്പോൾ 100-ൽ കവിഞ്ഞിരിക്കുന്നു. അവിടുത്തെ പ്രസിഡൻഷ്യൽ പാലസിന് തൊട്ടുള്ള ഹോട്ടൽ, പ്രതിരോധ മന്ത്രാലയം ലെബനോനിലൊക്കെ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. കാശ്മീർ അതിപ്പോൾ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ലെബനനിൽ ഇത് പോകുന്നതെന്ന് മാത്രമല്ല, ഇസ്രായേൽ സേന കരയുദ്ധം കൂടി ആരംഭിച്ചിരിക്കുകയാണ്. 10-20 ഗ്രാമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ലെബനനിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ. അപ്പൊ ഇതിനിടയിൽ തന്നെയാണ് കുവൈറ്റിൽ മരണസംഖ്യ 4 തുടരുന്നുണ്ട്. ഇറാനിലെ അൽ ഉദൈദിലുള്ള $1.1 ബില്യൺ റഡാറാണ് ഇറാൻ നശിപ്പിച്ചു കളഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇറാനിൽ സർവനാശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെഹ്റാനിലൊക്കെ ഇനി ഒരു ബിൽഡിംഗ് പോലും ബാക്കിയില്ലാത്ത വണ്ണം അത്രത്തോളം കിലോ. നേരത്തെ 1,00,000 ടൺ സ്ഫോടക വസ്തുവാണ് ഗാസയിലിട്ടതെന്ന് പറയുന്നത് പോലെ അതിനേക്കാൾ കൂടുതൽ പക്ഷേ സ്ഫോടക വസ്തു ഉപയോഗിക്കാനുള്ള നീക്കത്തിൽ ഇസ്രായേൽ അമേരിക്ക നിൽക്കുന്നു. ടെല്ലവീവിലും സ്ഥിതി മറിച്ചല്ല, അവിടെയും പെയ്യുന്നുണ്ട് ഈ പറയുന്ന അയൺ ഡോം ഒക്കെ തകർത്തുകൊണ്ടുള്ള തീമഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.